ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ മാട്ടം റാഹത്തല്ലേ? അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ജെസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ വീട്ടിൽ പോയിട്ട് 4-5 ദിവസമായി. അപ്പോൾ ഞങ്ങൾ ടൂർ പോകണ വഴിക്കാണ് പോകുന്നത്. ഏകദേശം 100-130 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലാണ്. ഓൾ നിൽക്കുന്ന തൃശ്ശൂരിനും പാലക്കാടിനും ബോർഡറായിട്ടുള്ള നമ്മളെ വാണിയമ്പാറ എന്ന സ്ഥലത്താണ് നമ്മളെ വീട്. അപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളെ എന്താ പറയുക വെച്ചുകൊണ്ട് നമ്മളെ കൂടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാ അപ്പൊ ഞങ്ങള് ഇറങ്ങാണ്. അപ്പം എന്താ നമുക്ക് പറയാനുള്ളത്? പിന്നെ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടോ നമ്മൾ കൂടി അല്ലാണ്ട് നമ്മൾ വലിയൊരു ബ്ലോഗറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ബൈക്കും കാര്യങ്ങളൊക്കെ ഏകദേശം വാങ്ങി സെറ്റ് ആക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം പോകുമ്പോഴുള്ള ചെറിയ ചെറിയ വീഡിയോസുകളും കാര്യങ്ങളും സന്തോഷങ്ങളൊക്കെ നിങ്ങളെടുത്ത് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ഏറ്റവും പോലെ കൂടെ കൂടെ പോയി ഒക്കെ അല്ലേ? കുട്ടികളെ കൊണ്ടുവരാൻ പോവാണ്. കുട്ടികളെ കൊണ്ടുവരാൻ പോകണ്ട. കുറേ ദിവസമായി 4-5 ദിവസമായി പോയിട്ട്. അപ്പം ഞങ്ങൾ പോയി വരാം. അപ്പം നമ്മക്ക് പോയിട്ട് വരാം. ഈ കാണുന്ന ആവേശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഞാൻ ഇപ്പോഴും അല്ല ഉമ്മി അങ്ങനെയാണ്, മറ്റേ ഓളും അങ്ങനെ തന്നെ, ജസ്റ്റ് അങ്ങനെ കയറുമ്പോൾ ആവേശം ഒന്നും ഉണ്ടാവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി വിട്ട് അങ്ങനെ ഇപ്പൊ കുറച്ച് ഞാൻ അന്തല്ലാത്ത ഉറങ്ങും. കയറുമ്പോൾ അരമണിക്കൂറൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓട്ടി അങ്ങനെ തന്നെ കൂടുതലും. എന്നാ പിന്നെ രണ്ടാ കൂടിയാണ് പോവാത്ത. എന്നാ ഇവിടെ കൈതക്കൂടെ 2 കുജിത്തിയാണ്ട് പോകേണ്ടി വരും. പടപ്പ് പടപ്പോട് പിരിസത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. മനുഷ്യനെ സ്നേഹിച്ചു നോക്കി മനുഷ്യനകത്തൊരു പള്ളിയുണ്ടാക്കി, അതിലേത് ജാതിക്കും കയറാമെന്നാർക്ക് അതിവേഗം നിസ്കാര പായാവീരിക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം മലപ്പുറം എത്തിയാണ്. ഇമ്മാൻ ഫ്രൂട്ട്സ് അങ്ങനെ വേണ്ടിട്ട് വിട്ടിട്ട് ഇമ്മയുടെ നല്ല ഫ്രൂട്ട്സ് ഞാനാണ് തിരിച്ചു കിടന്ന് പോകുന്നത്. പിന്നെ ആകാത്ത വെയിലുണ്ടാടൊക്കെ ചുക്കി തുണിഞ്ഞാണ്. നമ്മളെ പൈസ കൊടുത്താൽ നമുക്ക് നല്ല വാങ്ങിക്കൂടെ? അപ്പൊ അത് വേണ്ട ചെലവാകുമ്മ. അത് ശരി, അതിന് ഒഴിഞ്ഞ പൈസ പിന്നെ പോണ റൂട്ട് പറഞ്ഞാല് നമുക്ക് പോണ റൂട്ട് ലാഭം ഇതിനാണ്. തൃശ്ശൂരിൽ കൂടെ വാങ്ങി പോണത് നമുക്ക് വലിയ ലാഭമില്ല. നമുക്ക് ഈ മലപ്പുറം, പെരിന്തൽമണ്ണ, അങ്ങനെ ചെറുപ്പളശ്ശേരി, ഒറ്റപ്പാലം, പയ്യന്നൂര്, മായന്നൂര്, എളനാട്, അങ്ങനെ വാണിയമ്പറയ്ക്ക് ചാടുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഞങ്ങൾ അത് വയ്യനെ പോകലും അതിന് വരലൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പവും അതാണ്. അപ്പൊ അത് വയ്യാട്ടെ നമ്മള് പോവല്. അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കാണ്. ഏകദേശം മലപ്പുറത്തി. എന്തായാലും ഒറ്റപ്പാലൊക്കെ എത്തുമ്പോഴത്തേന് ഇമ്മ ഉറങ്ങിണ്ടാവും. ഞാൻ ഒറ്റക്കിനേക്കാരം. പിന്നെ ഏതായാലും പോവട്ടെ നമുക്ക്. അങ്ങനെ അടുത്ത ഫ്രൂട്ട്സ് കട തിരഞ്ഞ് ഞങ്ങൾ അലയുകയാണ്. ഏതായാലും ഫ്രൂട്ട്സ് കട കണ്ടിട്ട് ഗോളാണെങ്കിലും ദോശാണെങ്കിലും ഇവിടുന്ന് വാങ്ങാന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ എന്നാ പോയിക്കോളി, പോയി വാങ്ങിപ്പോയി. പിന്നെ പോകുന്ന എക്സ്പോർട്ടിങ് മറ്റേ ഇത് കിട്ടും അവിടുന്ന് വാങ്ങിക്കോളി. നമ്മളാ സ്റ്റാൻഡേർഡിനുള്ള ഫ്രൂട്ട്സ് കട കണ്ടത്. പോയിക്കോളി, എന്ത് വാങ്ങിക്കോളി. നിങ്ങളെ മലയോട് കൊണ്ടാളാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങാം. ഇതെന്താ എന്താ അത് വേണ്ട. ഉമ്മാക്ക് പിന്നെ തർക്കിച്ച് വാങ്ങാനൊക്കെ അറിയാം. നമ്മക്ക് അറിയില്ല. ഉമ്മാനെ വിട്ടിട്ടോ. ഞാൻ പോയി ജിദ്ദ വാങ്ങി വെച്ചാൽ നിന്നെ കുറ്റപ്പെടുത്തും. അപ്പൊ ഉമ്മാനെ നല്ല ഓനെ മാക്സിമം വെറുപ്പിച്ചേക്ക്. ഇത് കാട്ടിലുണ്ടാവണോ ഒക്കെ ചോദിച്ചാണ്ട് ഇമ്മ ആകെ ടെൻഷനിലാട്ടോ. എന്താ ടെൻഷൻ? ഇമ്മാക്കെന്താ ടെൻഷൻ തരോ? അവിടെ ഫ്രൂട്ട്സ് കട വാങ്ങിയതിനെക്കാട്ടി വലിയ നല്ലൊരു ഫ്രൂട്ട്സ് കട ഇവിടെ കണ്ടിട്ടോ. അപ്പൊ അതിന് ഈസിലായിട്ട് ഇരിക്കാണ്. അത് കാണുന്നുണ്ടാവട്ടോ അമ്മ. അതിലാറെ വലിയൊരു കട, അതിലാറെ വലിയൊരു കട ഇവിടെ. പൈസക്ക് നമ്മൾ വാങ്ങി നല്ലൊക്കെ നമുക്ക് എടുത്തൂടാ. കട്ടവും ചീഞ്ഞവും ചത്തവും ചീഞ്ഞവും കൊണ്ടിട്ട് ആവശ്യമില്ല. അപ്പൊ ഒക്കെ തെരഞ്ഞെടുത്തിയാണ്. ചങ്ങായി എന്നോട് ഒന്നോട് പറയാണ്, അത് നെക്കിയാണ്ട് നിങ്ങള് പൊട്ടിച്ചല്ലേ, ഞങ്ങക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള. ഞാൻ പറയാം അത് ശരി, അതാണ് വാർത്താനാ പറഞ്ഞതുള്ളത്. അവിടുന്ന് എന്നിട്ട് വേറെ ഇപ്പുറത്ത് വലിയൊരു കട കണ്ടിട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ മുഖം ആകെ മാറി. അപ്പൊ എന്താ വെച്ചപ്പോ ഇവിടെ പറയണേ അതിലാറെ നല്ല ഇവിടെ ഉണ്ട്. എന്താ ചെയ്യാ? ഇമ്മ അക്ക നിക്കുമ്പോ ഇക്കടെ പച്ചായി തോന്നും. നമ്മള് വാങ്ങിയ നല്ല സാധനം. അങ്ങനെ മുത്തുമണികളെ നമ്മൾ ഒറ്റപ്പാലം എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലം എത്തിയിട്ട് നമ്മള്
യഹയൂ സമാവാത്തി ഉറാക്കിലേറി. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മളെ അവസ്ഥ. ഇനി ഇങ്ങനെ പോണം. ഏകദേശം അവിടെ എത്തുമ്പോ ഞാൻ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വരട്ടോ. ഇതാണ് ഫോറസ്റ്റ്. നമുക്ക് ഫോറസ്റ്റ് എന്താ അറിഞ്ഞാറിയോ? എന്താ ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തോട്ടോ കാട്. കാടാണ് ഫോറസ്റ്റ് ട്ടാ. അപ്പൊ നമ്മൾ അതിൽ കൂടെ ഒക്കെയാണ് യാത്ര ചെയ്യണേ. ഞങ്ങൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇനി ഒഴുക്കും കൊണ്ടുപോയില്ലാന്ന് പറയത്തിട്ടാ. ഇവിടുന്ന് നമ്മളെ കല്യാണത്തിന്റെ മാരേജ് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത് നമ്മളെ ഈ ഒരു പാടത്ത് നമ്മൾ ഈ പോണ ഒരു ഇതിന്നേന് നമ്മളതീ കണ്ടാൽ മനസ്സിലാവും ഇവിടെ നമ്മളെ കല്യാണത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ നമ്മൾ ജസിന്റെ നാട്ടിലെത്തി കേട്ടോ ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം 1:30 ടൈമായി. അപ്പം 4 മണിക്കൂർ തന്നെ ഏകദേശം യാത്ര ഉണ്ട്. അപ്പോൾ അവളെ നാട്ടിലെത്തി. ഏകദേശം കേട്ടോ അവളെ നാട് ഇത് നമ്മളെ പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആണ് കേട്ടോ. അതിലാണ് ഈ വാണിയമ്പാറ എന്ന സ്ഥലം. ഇവിടെയാണ് അവളെ നാട്. അവളെ വീടൊക്കെ അല്ല അവളെ അങ്ങാടിയാണ് ഇവിടെ. അപ്പം നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കുറച്ച് അങ്ങോട്ട് കയറാനുണ്ട്. കാണിച്ചത് ഇങ്ങനെ ജെസ്സി പഠിച്ചിന്ന് അവകാശപ്പെടുന്ന സ്കൂളാണ് കേട്ടത്. 4ാം ക്ലാസ് വരെ ഓള് ഈ സ്കൂളിലേനി. എന്നിട്ട് ഇവിടെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഓള് പറഞ്ഞേ. ഓളെ എന്താ 4ാം ക്ലാസ്സിലെ USSന്റെ എന്തൊക്കെ ഫ്ലെക്സ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിന്. തള്ളാണോന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ വിശ്വസിച്ചാണ്. അങ്ങനെ ഓളെ വീട്ടിലേക്ക് പോകുന്ന റൂട്ടാണിത്. റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത്. അത് ഈ റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ വീട്. ഇവിടെ നല്ല മഴ ഉണ്ട് ഗൈസ്. നമ്മളെ നാട്ടിൽ എന്താ സ്ഥിതി എന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നല്ല അത്യാവശ്യം നല്ല മഴ ഉണ്ട്. നമ്മളിവിടുന്ന് കയറി ഈ ഒരു ഇവരെ നമ്മളെ ഒറ്റപ്പാലൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മള് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴ നമ്മള് മഴ എന്ന് പറഞ്ഞാണ്ട് യാന്ന് വാങ്ങി കിട്ടണില്ല. നമ്മള് ശീലമായിട്ട് മലപ്പുറക്കാരുടെ പ്രത്യേകതയാണത്. അപ്പോ അങ്ങനെ നമ്മൾ ഇതാ ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോകുന്നത്. ഓളെ വീട് ഇവിടെ ഈ ബീച്ച് പാടത്തിന്റെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ. നമ്മളെ ആ ഒരു ലാസ്റ്റ് എൻഡിലാണ് വരുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് കൂടുതൽ വിവരങ്ങളെ കാരണം നമ്മളിത് ഒരുപാട് വീഡിയോ എടുക്കാനുള്ള ടൈം നമ്മളെടുത്തില്ല. അപ്പൊ ഒന്ന് ക്ഷമിക്കണം. അപ്പൊ എല്ലാം കട്ടായിട്ട് എടുത്ത് വിട്ടുതരാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതോളെ മാമന്റെ വീടാട്ടാ. ഇതാണ് ആളെ വീട്. അതിന്റെ ഉള്ളില് ആരാ മോനെ ഇതാരാ? മാളുവിനെ കണ്ടജി? മാളു ഉമ്മച്ചൊക്കെ നോക്കി അവിടെ. മാളു ഉമ്മച്ചി ഉമ്മമ്മയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മള് തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളെ ഇവിടെ കുട്ടി മോനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാൻ പരിചയപ്പെടാൻ ആദ്യം സമയം കിട്ടിയില്ല. കാരണം തിരക്കും കാര്യങ്ങളും അതിന് വന്ന് നമ്മൾ കുറെ സമയത്തിന് ശേഷം വരികയാണ്. അപ്പൊ നമ്മൾ തിരക്കും കാര്യങ്ങളായിട്ട് ഇവിടെ നാട്ടുവർത്തനൊക്കെ പറഞ്ഞ് ടൈം പോയത് അറിയില്ല. അപ്പൊ നമുക്ക് എല്ലാരും പരിചയപ്പെടാം. ആദ്യം ബാപ്പമാനായിക്കോട്ടെ. അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ കുട്ടികളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഒരാൾക്ക് ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അയ്യോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിജയമുള്ളൂ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ വിജയമുള്ളൂ. അത്രാണ്. അപ്പം ഉമ്മച്ചുണ്ട് ഇവിടെ. എന്താ ഉമ്മച്ചിക്ക് പറയാനുള്ളത്? മക്കളെ എല്ലാ കാര്യത്തിലും പിന്നെ മരുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വാപ്പച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇത് വാപ്പിച്ചാണ്. ഇതോളെ അനിയത്തിയാണ് കേട്ടോ. ഒരു അനിയനും കൂടി ഉണ്ട്. ഓൻ പുറത്ത് എറണാകുളത്ത് ജോലി ചെയ്യാണ്. പിന്നെ ഇത് വളരെ അനിയത്തി, വാപ്പിച്ച്, ഇത് ഇമ്മച്ചി. അപ്പം നമ്മള് സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എന്തൊക്കെ പറയാണ്ട്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ പരിചയപ്പെടുത്തി തരണ്ടെന്നൊക്കെ പറഞ്ഞിന്. അപ്പം ഇന്നാ പിന്നെ സമയം കിട്ടിയത്. ഇപ്പം നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നാണ് നമ്മളിവിടെ. അപ്പോൾ പോവാനായി ഏകദേശം. അപ്പം എല്ലാവരും പരിചയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം. ലഗേജൊക്കെ ഉണ്ട്.
ഇവിടെ നിന്നോട്ടെ അല്ലേ? നമ്മളിപ്പോ ഉമ്മ വരുന്നില്ലല്ലോ. കുഴപ്പമില്ല. ഉമ്മക്ക് റബ്ബ് എടുത്താ. ബാബിച്ചിട്ടില്ല. കുമ്പുകാട്ട് എഴുതിട്ടാ. മാളെന്താ ജയിലില് കുറുമ്പ് കെട്ടരുത് നിന്നോട്. കല്ലൂടോ? കല്ലുണ്ടാക്കോ? കല്ലുകൂടരുതിട്ടാ. അന്നോട് ഋതുനോട് ഞാൻ ബാപ്പമാർക്ക് പോകട്ടോ. ഞങ്ങൾ പോയി വരാം എല്ലാരോടും. അങ്ങനെ നമ്മള് ഓളെ പോരേന്ന് ഇറങ്ങിയിട്ടാ. അവിടുന്ന് ഇറങ്ങിയതാ പോവാണ് നമ്മളെ കൊണ്ടോട്ടേക്ക്, ബാക്ക് ടു ഹോം. അപ്പൊ നമ്മളെ നാട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് ഇറങ്ങി സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ഒരിക്കൽ കുറെ ദിവസം അല്ല എപ്പോഴും വരുന്നതല്ലേ, പിന്നെ ദൂരല്ലേ. അപ്പം പിന്നെ ഈ മോനായതിന്റെ ശേഷമൊക്കെ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട് അവർക്ക് നമ്മളെ വിട്ട് പിരിഞ്ഞേല്. നമ്മളെ പെരിന്തൽമണ്ണ എത്തി മക്കളെ. ഭയങ്കര ബ്ലോക്കാട്ടാ. എന്തോ ഒരു കഷ്ടാറ്, എന്തോ ഒരു ബ്ലോക്കോ, നല്ല ബ്ലോക്കാ. ചായ അടിക്കാ? ചായണോ? ചായ വേണ്ടേ? ആണോ? അത് സ്പോൺസർമാരുണ്ടോ? തങ്കമ്മേ എന്റെ മറക്കമ്മാച്ചിനോട് കങ്കിട്ടടി തങ്കമ്മേ, കാക്കണതാണടി തങ്കമ്മേ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ. എനിക്ക് ജലദോഷവും പനിയൊക്കെയാണ്, അതാണ് ഒരു ഉണർവില്ലാത്ത അല്ലേ. ജിമ്മൂടെ മറ്റേ ആരെ കാണിച്ചാനാ ജിമ്മൊക്കെ ആയിട്ട്? ആടാ ആമിനെ കാണിച്ചാൻ വേണ്ടിട്ടല്ലേ. ആമി എന്റെ ആരാ? ഫ്രണ്ടോ? ഫിലും ആമി എന്റെ ഫ്രണ്ടാ? പിന്നെ ചെന്ന് ഓളോടക്ക് പോകാൻ വേണ്ടി കരിഞ്ഞിന്. ഇത് നമ്മളെ ഷുണ്ടുമോന്, ഋജുമോന്. ഇത് നമ്മളെ മച്ചാന്. മച്ചാൻ ഇങ്ങോട്ടോക്ക് വേണ്ടേ? നീ വന്നിട്ട് തിന്നെടുത്തിട്ടാ, വന്നിട്ട് പിന്നെ തിന്നെടുത്തിട്ടാ. എന്തിന്റെ കാട്ടണ്? എന്ത് ഇതെന്താ കുടിച്ചണ്? മോൻ മച്ചാൻ, മച്ചാൻ എന്തൊക്കെയാ മട്ടവും? മച്ചാൻ നല്ല കോമ്പി, കട്ടൻ ചായയും കാട ഫ്രൈ. അപ്പൊ നമ്മള് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താ പറയാ, കൂടെ നിന്നവർക്കും ഒപ്പം വന്നവർക്കും ഒപ്പം തിരിച്ച് വീട്ടിലെത്ര വരെ കൂടെ നിന്ന് കണ്ടവർക്ക് ഒരുപാട് മനസ്സ് തട്ടി സന്തോഷം. അപ്പം നമ്മൾ പുതിയ വീഡിയോസ് ആയി വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ 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 ബൈ.